യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യം പറ, അവര് കുളു മണാലിലോട്ട് തന്നെയാണോ പോയിരിക്കുന്നേ? ഉണ്ടോന്നോ? എന്താ ഇത്ര സംശയം? കോയമ്പത്തൂർന്ന് നേരെ ഡൽഹിക്ക്, അവിടെ നിന്ന് നേരെ സിംല. അത് ചിലപ്പോ ബഹിറോടാവാനും സാധ്യതയുണ്ട്. കോയമ്പത്തൂർ ഡൽഹി എയർ ടിക്കറ്റ് നമ്മുടെ മേഡമല്ല ബുക്ക് ചെയ്ത് കൊടുത്തത്. ഞാൻ കണ്ടതല്ലേ 4 പേരുടെ ടിക്കറ്റ്. വിഷ്ണു പാവം, അവനെ കാർ ഓടിച്ച് ഒറ്റയ്ക്കങ്ങ് തിരിച്ചു വരും. ഈശ്വര, എന്നാണ് ഈ കുളുമണാലി ഒന്ന് എനിക്കൊന്ന് കാണാൻ പറ്റണത്? ഇവന്മാര് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. മൈൻഡ് ചെയ്യണ്ട, ഏതോ വായി നോക്കിയോളാം. എന്തിനാ ഫോട്ടോ എടുക്കുന്നേ? ആവശ്യമുണ്ട്. ടൂറിന് വന്നാലും പോലീസ് തന്നെയല്ലേ? ആ, ദേ വരുന്നു. പോവാം. അല്ല, റോസ്ലന്റെ ഫാമിലി കോട്ടയത്താ. തിന്നുന്നുണ്ടേ. അഞ്ജു, സൂക്ഷിച്ച്. പതുക്കെ വാ, ഇറങ്ങി സൂക്ഷിച്ച് നോക്കി വാ. വാ മോളെ. എന്തു പറ്റി അനിയത്തിക്കുട്ടിക്ക്? ആള് സൈലന്റ് ആണല്ലോ. സാധാരണ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികള് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവള് മനസ്സുകൊണ്ടാ സംസാരിക്കുന്നെ, പിന്നെ കണ്ണുകൊണ്ടും. ചോട്ടുവിന് സംസാരിക്കാൻ കഴിയില്ല. ഐ എം സോറി. ഏയ്, അത് സാരമില്ല. ഇവക്കൊരു കൂട്ടിനല്ലേ റോസ്ലിനെ വിളിച്ചത്. റോസ്ലിനോ അതോ റോസ്ലിയോ? റോസ്ലി മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും റോസ്ലിയും കാണും. റോസ്ലി ഞാൻ മാത്രമേ ഉള്ളൂ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആ, നടക്ക്. ഏയ്, മതി അഞ്ജു, ഇവിടെ ഒന്ന് കണ്ടാ മതി. താഴോട്ടിറങ്ങല്ലേ, പാറയിലൊക്കെ വഴുക്കല് കാണും. വേണ്ട. വെള്ളം കണ്ടിട്ടാണെങ്കിലേ കുളിക്കാൻ കൊതി. വീട്ടില് കുളിക്കാൻ എന്തൊരു മടിയാ, എന്നിട്ടാ കൊതിയാവുന്ന പോലും. നമുക്കൊരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. ഒന്നാമത് അമ്മയ്ക്ക് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. നമ്മൾ പുറപ്പെട്ടോന്ന് തന്നെ അമ്മയ്ക്ക് സംശയം. അതൊന്നുമില്ല. അമ്മ വിഷ്ണുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. വിഷ്ണു എവിടെ? അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം. ഫോട്ടോ നമ്മൾ എടുത്താ മതിയോ? ഒന്നും വേണ്ട.
എന്താ മാഡം? വിഷ്ണു ഒരു ഫോട്ടോ എടുക്കണേ. ആ. ദാ. വാ. ആ. ആ മതി. ദാ. ആ ഈ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. ആ അതുമല്ല നമുക്ക് അമ്മയ്ക്ക് റോസ്ലി പരിചയപ്പെടുത്തണ്ടേ? ആ. ആ അത് ശരിയാ. ഈ ആംബിയൻസ് അമ്മയ്ക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ചെയ്യാം. ആംബിയൻസോ? ഓ ഈ വെള്ളച്ചാട്ടവും ഈ അന്തരീക്ഷവും ഒക്കെ കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. ഗിരിജയുടെ 3 ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്തു. ശ്രേയയുടെ 2 അക്കൗണ്ടും. എന്നോട് മാനേജർ പറഞ്ഞിരുന്നു നമ്മുടെ കമ്പനിയിലെ കറണ്ട് അക്കൗണ്ട് പോലും അവർ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അത് കുഴപ്പമാവോ? എന്തു കുഴപ്പം? കള്ളത്തരം കാണിക്കുന്നവർക്കല്ലേ പേടിക്കേണ്ടതുള്ളൂ. എന്റെ അക്കൗണ്ടുകളെല്ലാം സുതാര്യമാ. കൃത്യമായി ടാക്സ് കൊടുക്കുന്ന ആളാ ഞാൻ. വിശ്വേട്ടന്റെ കാലം മുതലേ കമ്പനി കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാ അതൊക്കെ. സർക്കാരിനെ വെട്ടിച്ച് ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും ടാക്സ് കൊടുത്ത് ക്ലീനായിട്ടിരിക്കുന്ന ആളാ. ഗിരിജയും മോളും കൂടി കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ചെന്നിരുന്നു എന്ന് യതിയേട്ടൻ പറഞ്ഞു. അവരവിടെ വെച്ച് യതിയേട്ടൻ കണ്ടു. യതിയേട്ടനെ അവിടെ കണ്ടപ്പോ ഗിരിജ ശരിക്കും ചമ്മിപ്പോയി. യതിയേട്ടനോട് വഴക്കിനും ചെന്നു. ഏട്ടത്തി അറിഞ്ഞായിരുന്നോ? യതി എന്തിനാ നമ്മുടെ ഹെഡ് ഓഫീസിൽ പോയത്? ഏട്ടത്തി പറഞ്ഞിട്ടല്ലേ? അങ്ങനെയാണല്ലോ യതിയേട്ടൻ പറഞ്ഞത്. അങ്ങനെയല്ലേ? ഓ ചിലപ്പോ അവരവിടെ ചെന്നത് ആരെങ്കിലും ഏട്ടനോട് വിളിച്ച് പറഞ്ഞതായിരിക്കും. മക്കളാണല്ലോ. മക്കള് പോലും പറയുന്ന കേട്ടാ ഇവരാണ് എല്ലാരും പ്രസവിച്ചെന്ന് തോന്നും. ഇതാരാ? അമ്മേ ഇതാ റോസ്ലിൻ. ആ റോസ്ലിൻ അല്ല, വെറും റോസ്ലി. ഹായ്. മോള് പറഞ്ഞത് ശരിയാ. റോസ്ലിയെ കണ്ടിട്ടേ ഒരു പോലീസുകാരുടെ ലുക്കൊന്നുമില്ല. സോ ക്യൂട്ട്. റോസ്ലി, അഞ്ചുമോളെ സൂക്ഷിക്കണേ. ഓക്കെ അമ്മേ. സൂക്ഷിക്കാൻ എന്താ? വല്ല കോഴിക്കുഞ്ഞോ മറ്റോ ആണോ റാഞ്ചിക്കൊണ്ട് പോവാൻ? ആ അതെ, ആരെ എപ്പ വേണമെങ്കിലും റാഞ്ചിക്കൊണ്ട് പോവാനേ ചില പ്രാപ്പിടിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അല്ലേ മോളെ? അല്ല മോനെവിടെ? മോനെ ഒന്ന് കാണിച്ചേ. വിഷ്ണു നീ ഇങ്ങോട്ട്. പ്രകൃതി രമണീയമായ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം 2 വേ സുന്ദർ. ഈശ്വര, ഏതായാലും ഉദ്ദേശിച്ച പോലെ തന്നെ ഇവിടെ നിന്നൊന്ന് മാറി നിന്നപ്പോ തന്നെ മക്കൾക്ക് ആശ്വാസമായി. എന്റെ മോനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് കാണുന്നത് ഇപ്പോഴാ. ഭഗവതി, എന്റെ കുട്ടികളെ കാത്തോളണേ. ഈ 2 ആളുകൾ വീതം ഫ്രണ്ടിൽ ഓരോ ടയറിന്റെ മുമ്പിലും വെക്കണം. പഞ്ചറാക്കണമെങ്കിൽ വാൾ ട്യൂബ് തുറന്നു വിട്ടാ പോരെ? പഞ്ചറാക്കി അവരെ ഇവിടെ തളച്ചിടാൻ വേണ്ടിയല്ല. നല്ല വേഗത്തിൽ മരണം പതിഞ്ഞിരിക്കുന്ന വളവുകൾക്കിടയിൽ വേഗത്തിൽ പോകുന്ന വണ്ടിയുടെ ഓട്ടം. പിന്നെ കൊണ്ടുപോയി ഫ്രണ്ടിൽ വെക്ക. വിഷ്ണു പോവല്ലേ? ആ പോകാം, കേറിക്കോ. കേറിയ